ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് RCC വൺ വേ സ്ലാബിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ നമ്മൾ ഓൾറെഡി റീറ്റെയിനിങ് വോളും, ഫ്ലോം വർക്ക്, ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് അങ്ങനെ കുറച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളതല്ല RCC വൺ വേ സ്ലാബിനെ പറ്റിയാണ്. ഓക്കെ, ഇതിൽ ജസ്റ്റ് RCC ഞാൻ ഇപ്പോഴേ പറയാം, RCC സ്റ്റീൽ സ്ട്രക്ചേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇതിൽ കുറച്ച് വാല്യൂസൊക്കെ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കിട്ടും. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് വൺ വേ സ്ലാബ്? അപ്പോൾ വൺ വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ബേസിക് ആൻഡ് കോമൺ ടൈപ്പ് സ്ലാബാണ് വൺ വേ സ്ലാബ്. അതിന് മുന്നേ സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാബ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ ഹൊറിസോണ്ടൽ സർഫസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണെന്ന് പറയുന്നത് സ്ലാബ്. ഓക്കെ, സ്ലാബ് എന്ത് ചെയ്യും? ആ ഒരു ബിൽഡിങ്ങിൽ എന്ത് പ്രൊവൈഡ് ചെയ്യും? ഒരു ഹൊറിസോണ്ടൽ സർഫസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഹൊറിസോണ്ടൽ സർഫസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ സ്ലാബ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലാബിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? വൺ വേ സ്ലാബും ഉണ്ട്, ടു വേ സ്ലാബും ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വേ സ്ലാബ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. വൺ വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് ബേസിക് ആൻഡ് കോമൺ ടൈപ്പാന്ന് പറഞ്ഞു. ഓക്കെ, മോസ്റ്റ് ബേസിക്കും കോമൺ ടൈപ്പും ആയിട്ടുള്ള സ്ലാബാണ് എന്താണ് വൺ വേ സ്ലാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൺ വേ സ്ലാബിൻ്റെ പ്രത്യേകത ഇതാണ്. നമ്മുടെ സ്ലാബ് എങ്കിൽ ഇതിൻ്റെ എന്താണ് രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ്, മേ ബി ഇതാണ് ഒന്നുകിൽ ഇതും ഈ ഒരു സൈഡ്. ഓക്കെ, ഈ രണ്ട് സൈഡ് എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സപ്പോർട്ടഡ് ബൈ ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആൻഡ് ബെൻഡിങ് ഒക്കേഴ്സ് ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ, ബെൻഡിങ് ഒക്കർ ചെയ്യുന്നത് ഈ ഒരു സൈഡിലായിരിക്കും. അപ്പോൾ ഒരു ഡയറക്ഷനിൽ എന്തുണ്ടുള്ളൂ? ബെൻഡിങ് നടക്കുന്നുള്ളൂ. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? വൺ വേ സ്ലാബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിലെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ഈ ഒരു സ്ലാബിലെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്നത് സ്പാൻ അലോങ് ദ വിഡ്ത്ത് ഓഫ് ദ റൂം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു റൂമുണ്ട്, ആ റൂമിൻ്റെ വിഡ്ത്ത്, സപ്പോസ് ഇതാണ് നമ്മുടെ വിഡ്ത്ത് എന്ന് വയ്ക്കുക. ഓക്കെ, ഈ വിഡ്ത്തിന് അലോങ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നത്. ഓക്കെ, സ്പാൻ അലോങ് വിഡ്ത്ത് ഓഫ് ദ റൂം. വൈൽ ദ ഡിസ്ട്രിബ്യൂഷൻ ബാസ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി ബാസ്. അത് എവിടെയാണ്? ലൈ പാരലൽ ടു ദ ലെങ്ത് ഓഫ് ദ റൂം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ലാബിന് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രം, ഈ ഒരു പോയിൻ്റാണ് മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. സപ്പോർട്ടഡ് ബൈ ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആൻഡ് ബെൻഡിങ് ഒക്കേഴ്സ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ടു വേ സ്ലാബ്. ടു വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ഓൺ 4 സൈഡ്സ്. ഓക്കെ, ടു വേ സ്ലാബ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു സ്ലാബിൻ്റെ 4 സൈഡ് എന്തുണ്ട്? സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണെന്ന് പറയുന്നത് ടു വേ സ്ലാബ്. ആൻഡ് ബെൻഡിങ് എന്ന് പറയുന്നത് 2 ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ബെൻഡിങ് നടക്കും. ഓക്കെ, 2 ഡയറക്ഷനിലും ബെൻഡിങ് സംഭവിക്കുന്നത്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടു വേ സ്ലാബ്. അപ്പോൾ ബെൻഡിങ് ഒക്കേഴ്സ് ഇൻ 2 ഡയറക്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഒരു ടു വേ സ്ലാബിന് നമ്മൾ എപ്പോഴാണ് വൺ വേ സ്ലാബ് എന്ന് പറയുന്നത്? ഓക്കെ, വൺ വേ സ്ലാബ് എന്തായിരുന്നു? അതിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം സപ്പോർട്ട് കൊടുക്കുന്നു. ബെൻഡിങ് ഒക്കേഴ്സ് ഇൻ 1 ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ വൺ വേ സ്ലാബ് എന്ന് വിളിച്ചു. ടു വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബെൻഡിങ് ഒക്കേഴ്സ് ഇൻ 2 ഡയറക്ഷൻ എന്ന് പറഞ്ഞു. ഇനി ഈ ടു വേ സ്ലാബിനെ തന്നെ നമ്മൾ ഒരു കണ്ടീഷൻ വരുമ്പോൾ വൺ വേ സ്ലാബായിട്ട് പരിഗണിക്കും. അത് കണ്ടീഷൻ എന്ന് പറഞ്ഞത് സ്ലാബ് എന്ത് ചെയ്തിട്ടുണ്ട്? 4 സൈഡും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ലാബ് എന്ന് പറയുന്നത് എന്താണ്? 4 സൈഡും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അസ്യൂംഡ് ആസ്, അപ്പോൾ സ്ലാബ് സപ്പോർട്ടഡ് ബൈ 4 സൈഡ്സ് മേ ബി അസ്യൂംഡ് ആസ് വൺ വേ സ്ലാബ് വെൻ ദ റേഷ്യോ ഓഫ് ലെങ്ത് ടു വിഡ്ത്ത്. ഓക്കെ, റേഷ്യോ ഓഫ് ലെങ്ത് ടു വിഡ്ത്ത് ഓഫ് 2 പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ എക്സീഡ്സ് 2. സോ L/B റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ടു വേ സ്ലാബിനെ എന്തായിട്ട് പരിഗണിക്കും? വൺ വേ സ്ലാബായിട്ട് പരിഗണിക്കും. മനസ്സിലായോ? ആണ് സ്ലാബ്. ഇപ്പോൾ ഒരു 4 സൈഡും സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ലാബിന് എല്ലാം നമുക്ക് ടു വേ സ്ലാബ് എന്ന് പറയാൻ പറ്റില്ല. പകരം ഇതിൻ്റെ വെൻ ദ സ്പാൻ, അതായത് ലെങ്ത് റേഷ്യോ ഓഫ് ലെങ്ത് ടു വിഡ്ത്ത്. ഓക്കെ, ലെങ്ത് ടു വിഡ്ത്ത് എന്ന് പറയുന്നത് exceeds 2. Okay, when the ratio of length to width exceeds 2 perpendicular sides. Okay, it's length to width of 2 perpendicular sides exceeds 2, then it is called one way slab. Okay, even though such a slab supported on 4 direction, nearly all load is transferred in the short direction. Okay, അപ്പോൾ ഇതിൻ്റെ 4 സൈഡും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലായിരിക്കും. കാരണം എന്താണ്? അതിൻ്റെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് 2-നേക്കാളും കൂടുതലായതുകൊണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ്
നമുക്ക് വൺ വേ ജോയിസ്റ്റ് ഫ്ലോ സിസ്റ്റം ഉണ്ട്. എന്തുകൊണ്ട്? വൺ വേ ജോയിസ്റ്റ് ഫ്ലോ സിസ്റ്റംസ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിബ്ഡ് സ്ലാബ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കും? റിബ്ഡ് സ്ലാബ് എന്ന് വിളിക്കാം. റിബ്ഡ് സ്ലാബ് സപ്പോർട്ടഡ് ബൈ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് റിബ്സ് ഓർ ജോയിസ്റ്റ്. അപ്പം ഈ വൺ വേ ജോയിസ്റ്റ് ഫ്ലോ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് റിബ്സ് അല്ലെങ്കിൽ എന്താണ് ജോയിസ്റ്റ് വെച്ചിട്ടാണ്. അപ്പം ഇതിൻ്റെ വൺ വേ ജോയിസ്റ്റ് ഫ്ലോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണെന്നത് റിബ്ഡ് സ്ലാബ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ ഡിസൈൻ കൺസിഡറേഷൻസ് ആണ്. ഒരു വൺ വേ സ്ലാബിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻ പറയുമ്പോൾ ആദ്യം പറയുന്നത് എഫക്റ്റീവ് സ്പാനാണ്. എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമുക്ക് പറയാം എഫക്റ്റീവ് സ്പാൻ ഈക്വൽ ടു എന്താണ്? ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് സപ്പോർട്ട്. ഓക്കെ, ഇതിലേതാണോ സ്മോളസ്റ്റ് വാല്യൂ, ഓക്കെ, ഈ പറയുന്നതിൽ ഏതാണോ സ്മോളസ്റ്റ് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഫക്റ്റീവ് സ്പാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഡിസൈൻ പർപ്പസിന്. അപ്പം എഫക്റ്റീവ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് എൻ്റെ സ്ലാബ് ആൻഡ് ഇവിടെ ആയിട്ട് ഈ ഭാഗത്തായിട്ട് എന്ത് വരുന്നുണ്ട്? സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഭാഗത്തായിട്ട് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതായത് ഈ ഭാഗത്തായിട്ട് എന്ത് വരുന്നുണ്ട്? സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഭാഗത്ത് സപ്പോർട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൺ വേ സ്ലാബാണ്, രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ എന്തുവാ പറയുന്നത്? എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ്? ക്ലിയർ സ്പാൻ. ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ ഈ സ്ലാബ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, സ്ലാബിൻ്റെ ഈ രണ്ട് അറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ ഒരു സ്ലാബിന് ഒരു തിക്നെസ്, ഒരു ഡെപ്ത് ഉണ്ടല്ലേ, ആ ഡെപ്തിൻ്റെ അതിനാണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. ടോട്ടൽ ഡെപ്ത് അല്ല, ആ റീഇൻഫോഴ്സ്മെൻറ്റിന് മുകളിലായിട്ട് വരുന്ന ഡെപ്ത്. ഓക്കെ, ദെൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് സപ്പോർട്ട്സ്. അതായത് സപ്പോർട്ടിൻ്റെ ഈ ഒരു സെൻറ്റർ മുതൽ ഈ ഒരു സെൻറ്റർ വരെയുള്ള സപ്പോർട്ട്സിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഇതിലേതാണോ ചെറിയ വാല്യൂ അതിനാണ് നമ്മൾ എന്തെടുക്കുന്നത്? എഫക്റ്റീവ് സ്പാനായിട്ടാണ്. ഇത് കാണാൻ പഠിച്ചു വയ്ക്കുക. എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ക്ലിയർ സ്പാൻസ് പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് സപ്പോർട്ട്സ്. ഇതിലേതാണോ സ്മോളസ്റ്റ് വാല്യൂ അത്. ദെൻ സ്ലാബ് ഡെപ്ത്. സ്ലാബ് ഡെപ്ത് എന്ന് പറയുമ്പോഴത്തേക്കും മിനിമം ഡെപ്ത് ഓഫ് സ്ലാബ്. എന്താണ്? ആദ്യം പറഞ്ഞാൽ മിനിമം ഡെപ്ത് ഓഫ് സ്ലാബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സ്പാൻ ബൈ 30. ഓക്കെ, അപ്പം മിനിമം ഡെപ്ത് ഓഫ് സ്ലാബ് എത്ര ആയിരിക്കണം? ഇറ്റ് ഈസ് സ്പാൻ ബൈ 30 ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത്. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ പെർ മീറ്റർ ഓഫ് സ്പാൻ for load intensity up to 500 kilogram per meter square. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ പെർ മീറ്റർ ഓഫ് സ്പാൻ. അതായത് 1 മീറ്റർ സ്പാനിന് 4 സെൻറ്റിമീറ്റർ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് കൊടുക്കാം. എപ്പോഴാണത്? ഫോർ ലോഡ് ഇൻറ്റൻസിറ്റി അപ് ടു 500 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ 1 മീറ്റർ സ്പാനിന് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10 മീറ്റർ സ്പാൻ ആണെങ്കിൽ ഇത്രയും 40 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? എഫക്റ്റീവ് ഡെപ്ത്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ പറയുന്നത് ലോഡ് ഇൻറ്റൻസിറ്റി 500 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ വരെ ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു വാല്യൂ പറയുന്നത്. ഇനി ഇതല്ല, നമുക്ക് വേറെ ഇത് 500 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിൽ അല്ല നമ്മുടെ ലോഡ് ഇൻറ്റൻസിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 6 സെൻറ്റിമീറ്റർ പെർ മീറ്റർ ഓഫ് സ്പാൻ ഫോർ ലോഡ് ഇൻറ്റൻസിറ്റി അപ് ടു എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ലോഡ് ഇൻറ്റൻസിറ്റി 500 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ 1 മീറ്റർ സ്പാനിന് 4 സെൻറ്റിമീറ്റർ എഫക്റ്റീവ് ഡെപ്ത് കൊടുക്കാം. ഇനി അപ് ടു 1000 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ സ്പാൻ ലോഡ് ഇൻറ്റൻസിറ്റി വരുന്നതെങ്കിൽ 6 സെൻറ്റിമീറ്റർ പെർ മീറ്റർ സ്പാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എഫക്റ്റീവ് ഡെപ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ ഒരു ടേബിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ ടൈപ്പ് ഓഫ് സ്ലാബും അതിൻ്റെ മാക്സിമം എഫക്റ്റീവ് സ്പാൻ ഡിവൈഡ് ബൈ ഓവറോൾ ഡെപ്തുമാണ്, അതിൻ്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മിനിമം ഡെപ്ത് ഓഫ് സ്ലാബ് എത്രയാണ് പറഞ്ഞത്? മിനിമം ഡെപ്ത് ഓഫ് സ്ലാബ് നമ്മൾ പറഞ്ഞു ഡി ഈക്വൽ ടു സ്പാൻ ബൈ 30 ആണല്ലോ. അപ്പോൾ ഈ 30 ഈക്വൽ ടു സ്പാൻ ബൈ ഡി എന്ന് എഴുതിയുടെ, അതായത് സ്പാൻ ബൈ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 30 മിനിമം ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ എന്നാണ്. അതുപോലെ ഇവിടെയും കുറച്ച് കണ്ടീഷൻസ്, അതായത് സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിൽ 35 ആണ് ഈ മാക്സിമം എഫക്റ്റീവ് സ്പാൻ ബൈ ഓവറോൾ ഡെപ്ത് വരുന്നത്. ദെൻ കാൻഡിലിവേഴ്സ് സ്ലാബ് ആണെങ്കിലോ ഇറ്റ് ഈസ്
12. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റേഷ്യോ ഓഫ് എന്താണ് എഫക്റ്റീവ് ഡെപ്ത് സ്പാൻ ടു ഓവറോൾ ഡെപ്ത് ഷുഡ് നോട്ട് എക്സീഡ് ദീസ് വാല്യൂസ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പറയുമ്പോഴത്തേക്കും അപ്പം മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എത്രയാണ് സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, റീഇൻഫോഴ്സ്മെൻറ്റിന് ഏത് ഡയറക്ഷൻ ഷാൾ നോട്ട് ബി ലെസ്. അപ്പോൾ ഏത് ഡയറക്ഷൻ, അതായത് നമുക്ക് എന്താണ് ഒരു സ്ലാബിൽ അതിൻ്റെ ലെങ്ത് വൈസ് നമ്മൾ എന്ത് ചെയ്യും, റീഇൻഫോഴ്സ്മെൻറ്റ് അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ സെക്കൻഡറി റീഇൻഫോഴ്സ്മെൻറ്റ്സും മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്, സെക്കൻഡറി റീഇൻഫോഴ്സ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഡയറക്ഷനിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് അപ്ലൈ ചെയ്താലും ഇറ്റ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 0.15% വെൻ മൈൽഡ് സ്റ്റീൽ ബാർസ് ആർ യൂസ്ഡ്. ഓക്കെ, അപ്പോൾ എന്താണ് മൈൽഡ് സ്റ്റീൽ ബാർസ് യൂസ് ചെയ്യുമ്പം ആ കോൺക്രീറ്റ് സെക്ഷൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയുടെ 0.15% കുറയാൻ പാടില്ല. ഓക്കെ, അതാണ് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ്. എന്നാൽ മൈൽഡ് സ്റ്റീൽ ബാർസാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൈൽഡ് സ്റ്റീൽ ബാർസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0.15% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കോൺക്രീറ്റ്. ഇനി ഞാൻ അതിന് പകരം ഡീഫോംഡ് ബാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡീഫോംഡ് ബാസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്, മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ഈക്വൽ ടു 0.12% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കോൺക്രീറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ കുറയാൻ പാടില്ല. ഓക്കെ, അതെന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ദിസ് വാല്യൂസ്. ദെൻ മാക്സിമം ഡയമീറ്റർ എങ്ങനെ വരുന്നത്, ഡയമീറ്റർ ഓഫ് റീഇൻഫോഴ്സിംഗ് ബാർ ഷാൾ നോട്ട് എക്സീഡ് 1/8 ഓഫ് ടോട്ടൽ തിക്നെസ് ഓഫ് സ്ലാബ്. അപ്പോൾ ഡയമീറ്റർ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ എന്ന് പറയുന്നത് ഷാൾ നോട്ട് എക്സീഡ്, സോ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1/8 ഓഫ് എന്താണ് ടോട്ടൽ തിക്നെസ് ഓഫ് സ്ലാബ്. ഇതാണ് എന്താ മാക്സിമം ഡയമീറ്ററിനുള്ള കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് ഷാൾ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1/8 ഓഫ് ടോട്ടൽ തിക്നെസ് ഓഫ് സ്ലാബ് എന്നാണ് പറയുന്നത്. ദെൻ സ്പേസിംഗ് ഓഫ് മെയിൻ സ്റ്റീൽ. ഓക്കെ, മെയിൻ സ്റ്റീലിൻ്റെയൊക്കെ സ്പേസിങ് എങ്ങനെയാണ്, സ്പേസിംഗ് ഓഫ് ദ ബാർസ് ഓഫ് മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ സോളിഡ് ഷാൾ നോട്ട് ബി മോർ ദാൻ 3 times ദ എഫക്റ്റീവ് ഡെപ്ത്. എത്രയാണ്, 3 times ദ എഫക്റ്റീവ് ഡെപ്ത് ഓർ 450 mm വിച്ച് എവർ ഈസ് സ്മോൾ. ഒന്നുകിൽ 3D അല്ലെങ്കിൽ 450 mm. ഇതിൽ ഏതാണോ സ്മോളസ്റ്റ് വാല്യൂ അതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സ്പേസിംഗ് ഓഫ് മെയിൻ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് എടുക്കേണ്ടത്. ഓക്കെ, അതിനേക്കാളും ഷാൾ നോട്ട് ബി മോർ ദാൻ ആണ്. ഓക്കെ, ഇതിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഇതിൽ ഏതാണോ വിച്ച് എവർ ഈസ് സ്മോൾ ആ വാല്യൂ എടുക്കാൻ. ഓക്കെ, ഇനി ഓൾട്ടർനേറ്റ് ബാസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ക്രാങ്ക് ചെയ്യണം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് L/7 and L/5 ഫ്രം ഫേസ് ഓഫ് സപ്പോർട്ട് ഫോർ പാർഷ്യലി ഫിക്സഡ് ആൻഡ് കണ്ടിന്യൂസ് സ്ലാബ്. പാർഷ്യലി ഫിക്സഡ് സ്ലാബ് ആണെങ്കിൽ എത്രയാണ്, L/7 ആണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഡിസ്റ്റൻസ് സപ്പോർട്ടിൽ നിന്ന്, ഈ ഒരു ഫേസ് ഓഫ് സപ്പോർട്ടിൽ നിന്നും ഒരു L/7 ഡിസ്റ്റൻസ് മാറി എന്ത് ചെയ്യണം, ആൾട്ടർനേറ്റീവ് ബാസ് എന്ത് ചെയ്യണം, ക്രാങ്ക് ചെയ്ത് വിടണം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ പാർഷ്യലി ഫിക്സഡിൻ്റെ കേസ്. കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിലോ ഇറ്റ് ഈസ് L/5. ദെൻ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ പറയുമ്പോഴത്തേക്കും സ്പേസിംഗ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെക്കൻഡറി സ്റ്റീൽ എന്ന് പറയും. പ്രൊവൈഡഡ് ഫോർ ശ്രിങ്കേജ് ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചറിനും ശ്രിങ്കേജിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഷാൾ നോട്ട് ബി മോർ ദാൻ 5 times ദ എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 5 times ദ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് സച്ച് സ്ലാബ്സ് ഓർ 450 mm വിച്ച് എവർ ഈസ് സ്മോൾ. ഓക്കെ, ഇതിൽ സ്മോളസ്റ്റ് ഏതാണോ ആ വാല്യൂ ആണ് എടുക്കാൻ. ഓക്കെ, ഇതിൽ കൂടാൻ പാടില്ല. ഷാൾ നോട്ട് ബി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് ഒന്നുകിൽ 5D അല്ലെങ്കിൽ 450 mm. ഇതിൽ ഏതാണോ ചെറിയ വാല്യൂ അതിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ മെയിൻ സ്റ്റീലിനാണെങ്കിൽ നമ്മൾ പറഞ്ഞത് D/, അത് ഷാൾ നോട്ട് ബി മോർ ദാൻ 3 times ദ 3D എഫക്റ്റീവ് ഡെപ്ത് അല്ലെങ്കിൽ 450 mm. ഇതിൽ കൂടാൻ പാടില്ല. ഓക്കെ, ഇതിൽ ഏതാണോ സ്മോളസ്റ്റ് വാല്യൂ അതിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 1-way സ്ലാബിനെ പറ്റി. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് 2-way സ്ലാബാണ്. RCC 2-way സ്ലാബാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.